2013 ഓഗസ്റ്റ് മാസം 3-ാം തീയതി കാസർഗോട്ടെ തൃക്കരിപ്പൂർ. അന്ന് വിശുദ്ധ റമളാൻ മാസത്തിലെ 27-ാം ദിനമായിരുന്നു. നാട്ടിലെ പ്രമുഖനും ധനികനും വ്യവസായിയുമായിരുന്ന അബ്ദുൽ സലാം ഹാജിയുടെ പ്രൗഢഗംഭീരമായ വീടിനു മുന്നിൽ പതിവില്ലാതെ ഒരു കാർ വന്നു നിന്നു. ഒരു വെളുത്ത എർട്ടിക. അതിൽ നിന്നും കുറച്ചുപേർ മുഖം മൂടിയണിഞ്ഞ് വലിയ ദുരൂഹതയോടെ പതിയെ ഇറങ്ങി വന്നു. അവർ ഹിന്ദിയിലായിരുന്നു പരസ്പരം സംസാരിച്ചിരുന്നത്. അതെ, അവരുടെ ലക്ഷ്യം സലാം ഹാജിയുടെ വീട് തന്നെയായിരുന്നു. CCTVകളും ഓട്ടോമാറ്റിക് ഗേറ്റും സെൻസറുകളും അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുമെല്ലാമുള്ള ഒരു കൂറ്റൻ ബംഗ്ലാവ്. പക്ഷേ അതിനെയെല്ലാം മറികടന്ന് ആ കവർച്ചാ സംഘം വീടിനകത്തേക്ക് പ്രവേശിച്ചു. ആദ്യം അവർ ഹാജിയുടെ മകനെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചിട്ടു. ശബ്ദം കേട്ട് ഓടിവന്ന സലാം ഹാജിയെയും അവർ കായികബലം കൊണ്ട് കീഴ്പ്പെടുത്തി. ഭാര്യയെയും മകളെയും ബന്ധിതരാക്കി. ശേഷം അവർക്ക് വേണ്ട പൊന്നിനും പണത്തിനും വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു. തിരച്ചിൽ അവസാനിപ്പിച്ച് ആ വീട്ടിലുണ്ടായിരുന്നതെല്ലാം എടുത്ത് കവർച്ചാ സംഘം അവിടെ നിന്നിറങ്ങി. പക്ഷേ അവരെടുത്തത് പൊന്നും പണവും മാത്രമായിരുന്നില്ല, അബ്ദുൽ സലാം ഹാജിയുടെ ജീവനും കൂടിയായിരുന്നു. അവർ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു. വായും മൂക്കും പ്ലാസ്റ്റർ കൊണ്ട് മൂടി. കവർച്ചാ സംഘം സ്ഥലം വിട്ട ശേഷം ബോധം തിരിച്ചു കിട്ടിയ അദ്ദേഹത്തിന്റെ മകനാണ് നാട്ടുകാരെ വിളിച്ചു കൂട്ടുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അങ്ങനെ ആ ദുരന്തത്തിന്റെ ഫലമായി അബ്ദുൽ സലാം ഹാജി മരണപ്പെട്ടു. അന്ന് കേരളമൊട്ടാകെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു തൃക്കരിപ്പൂർ അബ്ദുൽ സലാം ഹാജിയുടെ കൊലപാതകം. അന്ന് ആ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടത് ഏകദേശം 18 ലക്ഷം രൂപയുടെ സ്വത്തുവകകളായിരുന്നു. പോലീസിന് മേൽ വലിയ സമ്മർദ്ദമായിരുന്നു ഉയർന്നത്. ഒന്നാമത്, മരിച്ചത് വലിയ പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉള്ള ഒരു വ്യവസായ പ്രമുഖൻ. രണ്ടാമത്, അദ്ദേഹം മരിച്ചത് അത്രമേൽ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു വീട്ടിൽ വച്ച്. ഇത്രമേൽ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അബ്ദുൽ സലാം ഹാജിയുടെ വിധി ഇതാണെങ്കിൽ സാധാരണക്കാർക്ക് എങ്ങനെ മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കും എന്നായിരുന്നു ഉയർന്നു വന്ന പ്രധാന ചോദ്യങ്ങളിലൊന്ന്. പൊളിറ്റിക്കൽ പ്രഷറും നിഴലിക്കുന്ന ഭയവും അന്തരീക്ഷം കൂടുതൽ കലുഷിതമാക്കി. ബാക്കിയായത് 2 ചോദ്യങ്ങൾ മാത്രം. ആരായിരുന്നു ആ കവർച്ചാ സംഘം? എന്തിനായിരുന്നു അവർ അബ്ദുൽ സലാം ഹാജിയെ കൊലപ്പെടുത്തിയത്? ചില ക്രിമിനലുകൾക്ക് ഒരു ധാരണയുണ്ട്, അവർ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന്. പക്ഷേ അത് അവരെ തേടിയെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കാണുന്നതുവരെ മാത്രമായിരിക്കും. ചിലർ അങ്ങനെയാണ്. അവരുടെ ലക്ഷ്യം ഏതൊരാളാണോ അയാൾക്കു വേണ്ടി അവർ ലോകത്തിന്റെ അറ്റം വരെയും യാത്ര ചെയ്യും. അഭിമുഖീകരിക്കേണ്ടത് മരണമാണെങ്കിൽ പോലും ഇരയുടെ കണ്ണുകളിൽ നോക്കി നേർക്കുനേർ നിൽക്കുന്നതുവരെ അവർ ഓടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ സിനിമാ ഡയലോഗായി പറയാൻ എളുപ്പമാണ്. എന്നാൽ ആരാണ് ഇത്രയൊക്കെ റിസ്ക് എടുത്ത് പ്രതികളെ പിടികൂടുക എന്നായിരിക്കും ഇത് കേൾക്കുന്നവർക്ക് തോന്നുക. എന്നാൽ അങ്ങനെയും ചില ഉദ്യോഗസ്ഥർ ഇവിടെ നമ്മുടെ കേരള പോലീസിലുമുണ്ടായിരുന്നു. സാധാരണ ഉദ്യോഗസ്ഥർക്ക് കേസിനെ എവിടെയും എത്തിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതി വരുമ്പോൾ അവർ ആ ടീം അത് ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കും. അവർ കേരള പോലീസിന്റെ അഭിമാനമായിരുന്നു. അബ്ദുൽ സലാം ഹാജിയുടെ കൊലപാതകം നടക്കുന്നതിനും 3 വർഷം മുൻപ്, അതായത് 2010 കണ്ണൂരിലെ കൂത്തുപറമ്പ്, നിരവധിയായി നടന്നുപോന്നിരുന്ന വാഹന മോഷണങ്ങളുടെ കൂട്ടത്തിൽ ഒന്നു മാത്രമായിരുന്നു ആ ലോറി മോഷണവും. അന്വേഷണം വളരെ ഊർജിതമായി നടന്നെങ്കിലും ഒരു തുമ്പും പോലീസിന് ലഭിച്ചില്ല. പക്ഷേ അവിടെ രക്ഷകരായി അവരുണ്ടായിരുന്നു. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് അവർ ആ കേസ് സോൾവ് ചെയ്യുന്നു. പിൽക്കാലത്ത് ആ ലോറി മോഷണ കേസ് കുപ്രസിദ്ധമായ കൂത്തുപറമ്പ് വണ്ടി മോഷണ കേസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ആ കേസ് വെളിച്ചത്ത് കൊണ്ടുവന്ന ടീം പോലീസ് വിങ്ങിലെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ആയിരുന്നു. അവരുടെ പേരായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. വർഷം 2007. വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും കോലാഹലങ്ങൾക്കും വഴിവെച്ച കശ്മീർ റിക്രൂട്ട്മെന്റ് കേസുകൾ പെരുകി വരുന്ന കാലം. അപ്പോഴാണ് കണ്ണൂർ SP യുടെ നേതൃത്വത്തിൽ
കണ്ണൂർ സ്ക്വാഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രത്യേക അന്വേഷണ സംഘം രൂപം കൊള്ളുന്നത്. ASI ബേബി ജോർജ് ആയിരുന്നു സ്ക്വാഡ് ഹെഡ്. ASI മാത്യു ജോസഫ്, സീനിയർ CPOമാരായ റാഫി അഹമ്മദ്, P വിനോദ് കുമാർ, K മനോജ് കുമാർ, CK രാജശേഖരൻ, റജീസ് കറിയ, C സുനിൽ കുമാർ, K ജയരാജൻ എന്നിവരായിരുന്നു ആ സ്ക്വാഡിലെ അംഗങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ കുറ്റവാളി എത്ര വലിയ വമ്പന്മാരാണെങ്കിലും അവർ ഏത് പാതാളത്തിൽ ചെന്നൊളിച്ചാലും കേരള പോലീസിന്റെ ഈ വിങ് അവരെ തേടി പോകുമായിരുന്നു. തേടിപ്പോവുക മാത്രമല്ല, അവരെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ട് നിർത്തുമായിരുന്നു. കണ്ണൂർ സ്ക്വാഡ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ സെറ്റ് ചെയ്തു വെച്ച ബെഞ്ച് മാർക്കുകൾ അത്ര കണ്ട് വലുതായിരുന്നു. 2013 തൃക്കരിപ്പൂരിൽ വെച്ച് നടന്ന അബ്ദുൽ സലാം ഹാജിയുടെ കൊലപാതകവും ഒടുക്കം കണ്ണൂർ സ്ക്വാഡിലേക്ക് തന്നെ എത്തിപ്പെട്ടതും ഒരു നിയോഗം തന്നെ ആയിരുന്നിരിക്കാം. അതെ, കേരള ക്രൈം ഫയൽസിലെ തന്നെ ഏറ്റവും ഉദ്യോഗജനകമായ കേസ് ഡയറികളിലൊന്നായിരുന്നു AB അബ്ദുൽ സലാം ഹാജി വധക്കേസ് അഥവാ തൃക്കരിപ്പൂർ കൊലക്കേസ്. അത്യാധുനിക സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള ഒരു വലിയ വീട്, അവിടേക്ക് ഒരു സംഘം അതിക്രമിച്ചു കയറി കൊലപാതകവും മോഷണവും നടത്തിയിരിക്കുന്നു. അതെങ്ങനെ സംഭവിക്കും? ഒരു ക്ലൂ പോലും ഇല്ലാതെയായിരുന്നു സ്ക്വാഡ് സലാം ഹാജി വധക്കേസ് അന്വേഷണം ആരംഭിച്ചത്. ഇത്രയും ടെക്നോളജിക്കലി സെക്യൂർഡായ ഒരു സ്ഥലത്തേക്ക് കടക്കണമെങ്കിൽ തീർച്ചയായും ആ സംവിധാനങ്ങൾ അറിയാവുന്ന ഒരാളുടെ സഹായമില്ലാതെ സാധിക്കില്ല എന്നതായിരുന്നു അവരുടെ ആദ്യ ലീഡ്. മാത്രമല്ല, സംഭവ സ്ഥലത്തു നിന്നും അവർക്ക് ഒരു കയ്യുറ ലഭിക്കുകയും ചെയ്തിരുന്നു. അത് DNA പരിശോധനയ്ക്ക് അയച്ച ശേഷം സ്ക്വാഡ് നേരെ ചെല്ലുന്നത് പോലീസിന്റെ സൈബർ സെൽ വിഭാഗത്തിലേക്കായിരുന്നു. സംഭവം നടന്ന ദിവസം രാത്രി അബ്ദുൽ സലാം ഹാജിയുടെ വീട്ടുപരിസരത്തു നിന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫോൺ കോളുകളുടെ ലിസ്റ്റ് എടുക്കുക എന്നതായിരുന്നു ആദ്യത്തെ ജോലി. വലിയൊരു പ്രോസസ് ആയിരുന്നു അത്. അവരുടെ ഊഹം തെറ്റിയില്ല. കേസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ഒരു ലീഡ് അവർക്ക് അവിടെ നിന്നും ലഭിച്ചു. കൃത്യം നടന്ന ടൈം സ്പാനിൽ സലാം ഹാജിയുടെ വീടിന്റെ ടവർ പരിസരത്ത് നിന്നും 2 സിമ്മുകൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ 2 സിം കാർഡുകളിൽ ആ ഒരു സമയത്ത് മാത്രമേ കോളുകൾ പോയിട്ടുള്ളൂ. മാത്രമല്ല, ആ 2 സിമ്മുകളും ഒരാളുടെ പേരിൽ തന്നെയായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. ഹിന്ദി സംസാരിക്കുന്ന, വളരെ ഓർഗനൈസ്ഡ് ആയി കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഒരു ക്രിമിനൽ സംഘം. ആരായിരിക്കും അവർ? എന്ത് തെളിവുകളായിരിക്കും അവർ തങ്ങൾക്കായി മറച്ചു വെച്ചിരിക്കുന്നത്? ബേബി ജോർജും സംഘവും വീണ്ടും അന്വേഷണം ത്വരിതപ്പെടുത്തി. സലാം ഹാജിയുടെ വീടിന്റെ പരിസരത്ത് നിന്നും ആക്ടിവേറ്റ് ആയ സിം കാർഡും ക്രൈം സ്പോട്ടിൽ നിന്നും ലഭിച്ച കയ്യുറയിലെ DNA-യും അവരെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ അവിടെ സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആയിരുന്നു. പ്രാഥമിക നിഗമനത്തിൽ കൊലയാളി സംഘം നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ടീമായിരുന്നല്ലോ. എന്നാൽ അത് അങ്ങനെ ആയിരുന്നില്ല. അവർ മലയാളികൾ തന്നെയായിരുന്നു. ആ സിം കാർഡുകൾ സലാം ഹാജിയുടെ തന്നെ പരിചയക്കാരിൽ ഒരാളുടേതായിരുന്നു. കയ്യുറയിൽ നിന്നും ശേഖരിച്ച DNA മറ്റൊരു മലയാളിയുടേതും. അങ്ങനെ അന്വേഷണത്തിൽ നിന്നും ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബേബി ജോർജും സംഘവും ഒരു കൺക്ലൂഷനിൽ എത്തുന്നു. അതൊരു വെൽ ഓർഗനൈസ്ഡ് മർഡർ ആയിരുന്നില്ല, മറിച്ച് വെൽ ഓർഗനൈസ്ഡ് ആയിരുന്ന എന്നാൽ പാളിപ്പോയ ഒരു കവർച്ചാ ശ്രമമായിരുന്നു. ഗൾഫ് വ്യവസായി ആയതുകൊണ്ട് തന്നെ സലാം ഹാജി നാട്ടിലെ വലിയ പണക്കാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ കോടിക്കണക്കിന് രൂപ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ആ 7-അംഗ സംഘം കവർച്ച ആസൂത്രണം ചെയ്യുന്നത്. കവർച്ച നടത്തുന്ന സമയം മനഃപൂർവ്വം കേസ് വഴിതിരിച്ചുവിടാൻ അവർ ഹിന്ദിയിലായിരുന്നു സംസാരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അവർ മലയാളികളായിരുന്നു. സലാം ഹാജിയെയും കുടുംബത്തെയും മർദ്ദിച്ച് ബന്ധനസ്ഥരാക്കിയ ശേഷമാണ് സംഘം വീട് സെർച്ച് തുടങ്ങുന്നത്. പക്ഷേ ആ വീട്ടിൽ നിന്നും അവർക്ക് പ്രതീക്ഷിച്ചത്രയും പണം ലഭിച്ചില്ല. കോടിക്കണക്കിന് രൂപ പ്രതീക്ഷിച്ച് വീടിനകത്തേക്ക് കയറിയ അവർക്ക് വെറും ലക്ഷങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ആ ദേഷ്യത്തിലാണ് അബ്ദുൽ സലാം ഹാജിയെ അവർ വീണ്ടും വീണ്ടും മർദ്ദിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ മരണത്തിൽ ചെന്ന് കലാശിക്കുകയും ചെയ്യുന്നു. ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കയ്യുറ, സിം കാർഡ്, നമ്പർ ട്രാക്കിംഗ്, പിന്നെ മറ്റ് സാഹചര്യ തെളിവുകൾ എല്ലാം ആ 7 പേർ ആരൊക്കെയാണ് എന്ന് കണ്ണൂർ സ്ക്വാഡിന് മുന്നിൽ വിളിച്ചോതി.
നീലേശ്വരം സ്വദേശി മുഹമ്മദ് നൌഷാദ്, തൃശൂർ സ്വദേശി OM അഷ്കർ, നീലേശ്വരം കോട്ടപ്പുറത്തെ മുഹമ്മദ് റമീസ്, തൃശൂർ കീച്ചേരി OM ഷിഹാബ്, കണ്ണൂർ എടച്ചൊവ്വയിലെ C നിമിത്, മലപ്പുറം സ്വദേശി KP അമീർ, ആലംകോട് മാന്തളത്തെ MK ജസീർ. 5 പേരെ ബേബി ജോർജും സംഘവും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടി. പക്ഷേ 2 പേർ, കേസിലെ പ്രധാനികളായ 2 പേർ, അവർ പിടിതരാൻ തയ്യാറായിരുന്നില്ല. അവർ രക്ഷപ്പെട്ടു. പക്ഷേ അവർക്കറിയില്ലായിരുന്നു, അവർ ഭൂമിയുടെ ഏത് കോണിൽ ചെന്നൊളിച്ചാലും കേരള പോലീസ് അവരെ തേടി പോകുമെന്ന്, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന്. അവിടെ നിന്നാണ് തുടക്കം. 16 ദിവസങ്ങൾ നീണ്ട 6000 കിലോമീറ്റർ താണ്ടിയ കണ്ണൂർ സ്ക്വാഡിന്റെ യാത്ര അഷ്കറിനെയും ഷിഹാബിനെയും തേടി. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിനും അപ്പുറത്തേക്ക് കടന്നുകളഞ്ഞ് കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു അഷ്കറും ഷിഹാബും നടത്തിയത്. സിം ട്രാക്ക് ചെയ്തതനുസരിച്ച് അവർ കാൺപൂരിലേക്കായിരുന്നു യാത്ര ചെയ്തിരുന്നത്. വിട്ടില്ല. ബേബി ജോർജും സംഘവും കാൺപൂരിലേക്ക് വണ്ടി കയറി. പക്ഷേ അവിടെ വെച്ച് അവരുടെ മൊബൈലുകൾ സ്വിച്ച് ഓഫ് ആയി. പിന്നീട് അവരുടെ ബന്ധപ്പെടലുകൾ ടെലിഫോൺ ബൂത്തുകളിലൂടെയായിരുന്നു. അങ്ങനെയാകുമ്പോൾ പിടിക്കപ്പെടാനുള്ള സാധ്യതകളും കുറവാണല്ലോ. പ്രതികളെ തേടി ഉത്തർപ്രദേശിലെ കാൺപൂരിലെത്തിയ സ്ക്വാഡ് അവരെ പല രീതിയിലും തേടി നോക്കി. കല്യാണ ബ്രോക്കർമാരായി, അജ്ഞാതരായി, കൂലിപ്പണിക്കാരായി, അങ്ങനെ പല രീതിയിൽ അവർക്കായുള്ള അന്വേഷണം പുരോഗമിച്ചു. പിടിതരില്ല എന്ന വാശിയിൽ പ്രതികളും, എന്തു വന്നാലും പ്രതികളെ പിടിച്ചിരിക്കും എന്ന വാശിയിൽ പോലീസും. അവരുടെ യാത്ര അത്യന്തം ആകാംക്ഷാഭരിതമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് പ്രതികൾ അലഹാബാദിലേക്ക് കടന്നുകളഞ്ഞിരിക്കുന്നു എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അലഹാബാദിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നതെങ്കിൽ അവരുടെ ശ്രമം ബോർഡർ കടന്ന് നേപ്പാളിലേക്ക് ചേക്കേറുക എന്നതു തന്നെയായിരിക്കണം. അതിനനുവദിച്ചുകൂടാ. അന്വേഷണ സംഘം അലഹാബാദിലേക്ക് പോകാൻ തീരുമാനിച്ചു. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇരുവരും ബസ്സിലാണ് അലഹാബാദിലേക്ക് പോയിരിക്കുന്നത്. അവർ അവിടെ എത്തുന്നതിനേക്കാൾ മുൻപ് തങ്ങൾക്കവിടെ എത്തണം. ഉടൻ തന്നെ ASI ബേബി ജോർജും സംഘവും കാൺപൂരിൽ നിന്നും അലഹാബാദിലേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ കയറി. പ്രതികൾ അലഹാബാദിൽ എത്തും മുൻപേ അവിടെ എത്തി അവരെ പിടികൂടുക എന്നതായിരുന്നു ലക്ഷ്യം. അതെ, അത് തന്നെ സംഭവിച്ചു. ബോർഡർ കടക്കാമെന്ന വ്യാമോഹത്തോടെ അലഹാബാദ് ബസ് സ്റ്റേഷനിൽ വണ്ടിയിറങ്ങിയ അഷ്കറിനെയും ഷിഹാബിനെയും കാത്ത് കണ്ണൂർ സ്ക്വാഡ് അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. പ്രതികളുടെ കൈകളിൽ വിലങ്ങണിയിക്കുമ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനസ്സിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ മിന്നി മാഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ, നീതിയുടെ, സത്യത്തിന്റെ പല മുഖങ്ങൾ. അതെ, അങ്ങനെ വെറും ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിന്റെ കണ്ണൂർ സ്ക്വാഡ് അബ്ദുൽ സലാം ഹാജി വധക്കേസ് ക്ലോസ് ചെയ്തു. അബ്ദുൽ സലാം ഹാജിയുടെ കൊലപാതകത്തിന് 7 പ്രതികളെയും കോടതി ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. 1 ലക്ഷം രൂപ പിഴയും ചുമത്തി. ഇതുകൂടാതെ അന്യായമായി സംഘം ചേർന്നതിന് 5 വർഷവും ഭവനഭേദനത്തിന് 10 വർഷവും അവർക്ക് തടവു ശിക്ഷ ലഭിച്ചു. 2007 സ്ക്വാഡ് രൂപീകരിച്ചതു മുതൽ 2017 അത് പിരിച്ചുവിടുന്നതുവരെ കണ്ണൂർ സ്ക്വാഡ് പല പ്രധാനപ്പെട്ട കേസുകളും കേരള പോലീസിനായി തെളിയിച്ചു. ഒരുപക്ഷെ അവർ അഭിമുഖീകരിച്ചിട്ടുള്ള ഏറ്റവും ചലഞ്ചിങ് കേസുകളിൽ ഒന്നു തന്നെയായിരിക്കും തൃക്കരിപ്പൂർ അബ്ദുൽ സലാം ഹാജിയുടെ കൊലപാതകം. പ്രതികളെ പിടികൂടാനായി 6000 കിലോമീറ്ററുകളോളം താണ്ടി അവർ ചിന്തിക്കുന്നതിന് 1 മുഴം മുമ്പേ ചിന്തിച്ച് സത്യത്തെ വെളിച്ചത്തിലെത്തിക്കാൻ അവർ നടത്തിയ പോരാട്ടം എത്ര പ്രശംസിച്ചാലും മതിവരില്ല. ക്രിമിനലുകൾ രക്ഷപ്പെടാൻ പല വഴികളും നോക്കിയേക്കാം. പക്ഷേ അവരെക്കാൾ എത്രയോ മുകളിലാണ് യഥാർത്ഥത്തിൽ കേരള പോലീസ്, യഥാർത്ഥ കണ്ണൂർ സ്ക്വാഡ്.